ഹലോ എവൺ. സോ ഡേ 6 ഓഫ് പീക്ക് വീക്ക്. അപ്പോൾ നാളെയാണ് ലാസ്റ്റ് ഡേ, നമ്മുടെ ഷോ ഡേ. അപ്പോൾ എക്സൈറ്റഡ് ആണ്. അതിൻ്റെ കൂടെ തന്നെ ചെറിയ പേടിയുണ്ട്. കുഴപ്പമില്ല, ഉഷാറാവും. ഇന്നലെ നമ്മൾ കോച്ചിനെ പോയി കണ്ടു, പോസിങ്ങോ പഠിച്ചു, പിന്നെ കുറേ വീഡിയോസൊക്കെ എടുത്തു, ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഹാപ്പിയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കോച്ചിനെ നേരിട്ട് കാണുന്നത്, നേരിട്ട് കണ്ടില്ല. ഇന്ന് നമുക്ക് കാബിലോട് സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്നലെ വരെ നമ്മൾ കാബ്സ് വളരെ കുറച്ച് കഴിച്ചിരുന്നത്. ഇന്ന് നമ്മൾ കാബ് കുറച്ച് കൂടുതൽ കഴിക്കും. അതായത് ഒരു 250 ഗ്രാംസ് എന്നോട് പറഞ്ഞത്. നമുക്ക് 300 ഗ്രാംസ് വരെ കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ഏകദേശം ഫുൾനെസ് കിട്ടും. കാരണം 300 ഗ്രാംസ് വരെ നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ല. നമ്മൾ ഇതുവരെ കഴിച്ചത് 200 ഗ്രാംസ് വരെ കഴിച്ചിട്ടുള്ളൂ. പിന്നെ നാളെ നമ്മൾ 300, 350, ചിലപ്പോൾ 400 വരെ നമ്മൾ നാളെ ലോഡ് ചെയ്യും. നോക്കാം നമുക്ക് നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യുന്നു. അതിൻ്റെ അല്ല, എന്നോട് ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് കിടക്കാൻ പാടില്ല. നായൊന്ന് എന്താ കാട്ടാ? നായൊന്ന് എന്താ കാട്ടി? നായൊന്ന് എന്താ കാട്ടാ? എന്താ കാട്ടാ? നായൊന്നാലും എന്താ കാട്ടാ? മനസ്സിലായി. പോവല്ലേ നമുക്ക്? പോവാ 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 ഉള്ളിക്ക് പോവാ പാടി. അടുത്ത മീൻ ടൈമായി. ഒരു 300 ഗ്രാം റൈസ് എടുത്തു, ഒരു ചിക്കൻ എടുത്തു. ചിക്കൻ ഒരു 700 ഗ്രാം ഉണ്ട്, അത് 150 ഗ്രാം ഉണ്ടാവുള്ളൂ. ഇന്നലെ യോഗേട്ട് വാങ്ങി, ഗീക്ക് യോഗേട്ട്, അത് കുറച്ച് കഴിച്ചു. ഡൈജഷൻ സ്മൂത്താക്കാൻ, പെട്ടെന്ന് ഡൈജസ്റ്റ് ആവാൻ. ഇപ്പം നടക്കാൻ ഇറങ്ങി. ഒന്നും കാർഡിയോ ചെയ്യാം നമുക്ക്. കാർഡിയോ കുറച്ച് ചെയ്താൽ മതി, അധികം ചെയ്യാമെന്നില്ല. എന്നാലും എത്ര ചെയ്യണം അത്ര ഫാറ്റ് നമുക്ക് പോയി കിട്ടും. അപ്പം പോട്ടെ. ചേട്ടൻ ഫ്രണ്ട് ഫുള്ള് കേക്ക് ക്ലീനാക്കി. ഉമ്മാനാക കമ്പകിൻ്റെ പീസ്, അപ്പം അത് കഴിച്ചു. കടല അധികം കഴിക്കാൻ പറ്റില്ല, അപ്പോൾ 2 ആഴ്ച നിർത്തി സ്റ്റോപ്പ് ചെയ്തു. പഫ് റൈസ് ഉണ്ട്, ഒരു 30 ഗ്രാം എടുത്തു. ഹലോ എവൺ. അപ്പം ഡേ 6 ഓഫ് പീക്ക് വീക്ക്. അപ്പോൾ നമ്മൾ കാർബ് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റൈസ് പഫ്സൊക്കെ ഉണ്ട് ഇവിടെ, അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടെ നമ്മൾ പോസിങ് പ്രാക്ടീസ് ചെയ്യാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഡ്രസ്സൊന്നും ഇല്ലാതെ നിൽക്കുന്നത്. പോസിങ് ആണ് ഇനി മെയിനായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം പോസിങ് കട്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇനി ഒരു ചാൻസ് ഉള്ളൂ. കാബ് ലോഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിക്ക് പമ്പ് കൂടി വരുന്നുണ്ട്. കണ്ടോ, നമ്മളാ വെയിൻസൊക്കെ പൊന്തി വരുന്നുണ്ട്. അതുപോലെ തന്നെ മസിൽസൊക്കെ ഒന്നും ലോഡ് ആയിക്കണ്. അപ്പോൾ ഇതിനാണ് നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഇത്രയും ദിവസം നമുക്ക് അധികം സൈസും കാര്യങ്ങളൊന്നും ഇല്ല. ഇനി അതുകൊണ്ടാണ് കുറേ പേര് പറഞ്ഞ് എന്താണ് ഫുഡില്ലേ, എന്താ മെലിഞ്ഞിങ്ങനെ, ബൾക്കാക്ക് പറഞ്ഞിനി. ഇനിയാണ് കാണാൻ പോണത്. ഇനിയാണ് നമ്മളെ മസിൽസും സൈസും ഒക്കെ കാണാൻ പോണത്. കാരണം ഇനിയാണ് നമ്മുടെ ആ ഒരു മസിൽസ് ഫുള്ളാവാൻ പോണത്. ആ ഒരു കാപ്സൊക്കെ ഫുള്ള് മസിൽസ് കയറുമ്പോൾ ഉള്ള ശരിക്കും നമ്മൾ ആ മസിൽസിൻ്റെ സൈസ് കാണിക്കാം. അപ്പോൾ അതിനാണ് ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തത്. ആ ഒരു ഡേ എത്തിക്കഴിഞ്ഞു. നമ്മൾ ഇന്നും നാളെയും കാപ്സ് ലോഡ് ചെയ്യും. അപ്പം മനസ്സിലാവും നമ്മൾ എത്ര സൈസ് ഉണ്ട് എന്നുള്ള കാര്യം. നമ്മൾ ഇത്രയും ദിവസം ഉണ്ടാക്കിയ മസിൽസൊക്കെ നമുക്ക് മാക്സിമം ഫുൾനെസ്സൊക്കെ എത്തിക്കണം. അപ്പോൾ അതിൽ ബ്ലോട്ടിങ് വരാൻ പാടില്ല. അതുകൊണ്ട് നമ്മളൊരു ലിമിറ്റിൽ വെച്ചാണ് കാപ്സ് ലോഡ് ചെയ്യുക. അതായത് ഒരു ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് കൂട്ടി കൊടുക്കും. ഒരു 2 മണിക്കൂറൊക്കെ 3 മണിക്കൂർ കൂടുമ്പോൾ അങ്ങനെ കൂട്ടി കൊടുക്കും. കാരണം ക്യാപ്സി ലെവലിൽ നിർത്തിയിട്ട് വേണം നമുക്ക് ലോഡ് ചെയ്യാൻ. എല്ലാം നമ്മൾ ഓരോ കണ്ട് കഴിച്ച് കഴിഞ്ഞാൽ ബ്ലോട്ടിങ് വരും. ബ്ലോട്ടിങ് വന്നു കഴിഞ്ഞാൽ സീനാവും. അപ്പോൾ അത് വരാൻ പാടില്ല. അപ്പോൾ നമുക്ക് പോസ് ചെയ്ത് നോക്കാം. ഇപ്പം പോസിങ് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിരിക്കണ്. അതായത് നമ്മൾ ഇന്നലെ കോയമ്പത്തൂർ പോയപ്പം കുറച്ച് കാര്യങ്ങൾ എന്നോട് മാറ്റാൻ പറഞ്ഞു. നമ്മൾ ഈ സൈഡ് പോസ് ചെയ്യുമ്പോൾ ഈ കാല് ബാക്കും ഈ കാല് ഫ്രണ്ടിക്കും ഒക്കെ പകരം എന്നോട് ഈ കാല് ഫ്രണ്ടിക്കും ഈ കാല് ബാക്ക് വെച്ചിട്ട് ഈ ലെവലിൽ നിൽക്കാൻ പറഞ്ഞു. ഈ ലെവലിൽ നിൽക്കാൻ ഇന്ന് ഞാൻ കുഴപ്പം എന്താ വെച്ചാൽ ഇവിടെ ഈ ഒബ്ലിക്സിൻ്റെ കറക്റ്റായിട്ട് ഇതായി വരില്ല ഈ ലെവലിൽ നിൽക്കുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് മാറ്റിക്കാണ്ട് ഈ ലെവലിലേക്ക് ആക്കിയത്. ഓക്കെ, ഈ ലെവലാകുമ്പോൾ കിട്ടും, മറ്റുള്ളവർക്കും കിട്ടുന്നില്ല. അപ്പോൾ ഒന്നെങ്കിൽ ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്ത് കാണാൻ ആക്കാൻ നോക്കണം, അല്ലെങ്കിൽ ഞാൻ ചെയ്യണ പോലെ തന്നെ ചെയ്യേണ്ടി വരും. പിന്നെ ക്ലാസിക് ഫിസിക്കിൻ്റെ പോസ്റ്ററാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് ഇന്നലെ പഠിച്ചത്. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഒന്ന് ട്രാൻസ്ലേഷൻ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ നോക്കാം നമുക്ക്. അപ്പോൾ അത്രയൊക്കെ ക്ലാസിക്കിന് വരുന്നുള്ളൂ. പക്ഷേ നമുക്ക് ട്രാൻസിഷൻസ് പഠിക്കാനുണ്ട്. അപ്പോൾ ക്ലാസിക്ക് ഞാൻ ചെയ്യാൻ കഴിയുമെന്ന് വിചാരിച്ചതാക്കിയാണ്. പക്ഷേ പോസിങ് നമുക്ക് ശരിക്കും ഇതായി വരില്ല. എന്തായാലും നോക്കാം നമുക്ക്. ഇന്നത്തെ ഫിസിക് അപ്ഡേറ്റ് ഇതാണ്. അപ്പോൾ ഓക്കെ, നാളെ ഷോടെ ലെറ്റ്സ് റോക്ക് ഇറ്റ് ഇൻഷാ അല്ലാഹ്.
125 ഗ്രാം ബ്ലാക്ക് റെസിൻസ് വെച്ചു, പാൻ കഴിച്ചു. അടുത്ത മീൻ ടൈമായി. അടുത്ത മീലിന് 6 എഗ് വെച്ച് മഞ്ഞ മൊത്തം ഒഴിവാക്കിയാണ് പൂച്ച കൊടുക്കും. പിന്നെ 300 ഗ്രാം റൈസ്, കുറച്ച് ക്യാബേജ്, പിന്നെ കുറച്ച് യോഗട്ട്. ഫുഡ് എടുത്തു. മുടി എത്തി. ഇതിന്റെ മാറ്റമൊന്നും നോക്കാനില്ല, ഇത് ഒറിജിനൽ 916. എത്ര ആവും? നാളെ സാധനം വാങ്ങി, മിഠായി, ബ്ലൂട്ടൂസ് പൊടി, പിന്നെ റോളറ്, ചിക്കൻ വാങ്ങി, പിന്നെ സെറ്റാക്കിയാണ്. കുറേ ഇവിടെ ജ്യൂസ് കുടിച്ചിട്ട് പോയി